പ്രിയപ്പെട്ടവരെ, മുസ്ലിമായി ജീവിക്കാൻ പഠിക്ക്. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇത്രയും നല്ല ഒരു സദസ്സ് വെള്ളിയാഴ്ച രാവടോ ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസ്, ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസ്, ഇതിനേക്കാളും വലിയ ഒരു ചാൻസിന് കിട്ടൂല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹുടെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ഒന്ന് തൗബ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് ദുആ ചെയ്തൂടെ? വെള്ളിയാഴ്ച രാവ് അൽഹംദുലില്ലാഹ്, ഇതുപോലൊരു അവസരം ഇനി തരൂല. 300 മുതഅല്ലിമീങ്ങൾ, ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ, എല്ലാവരും നല്ല മനസ്സോടുകൂടിയിരിക്കുന്ന ഈ മജ്ലിസിൽ ഇതുപോലെ ഒരു ചാൻസ് ഇനി ഉണ്ടാകണമെന്നില്ല. കിട്ടിയ അവസരം മുതലാക്കണം, കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തണം. എപ്പോഴൊന്നും കിട്ടൂല. അതുകൊണ്ട് ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസ, അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യല്ലേ. ഈ 10:30 വരെ ചെയ്തത് മുഴുവനും കഴുകല്ലേ. നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? അള്ളാഹുടെ മുമ്പിൽ കഴുകല്ലേ. സർവ്വ പാപം അങ്ങോട്ട് പറഞ്ഞിട്ട് അള്ളാഹിനോട് തൗബ ചെയ്ത് പിരിയാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. വെറുതെ കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. തൗബ ചെയ്യേണ്ടതുപോലെ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു കാര്യത്തിലും ഇഖ്ലാസ് ഉണ്ടാകണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇഖ്ലാസ് ഉണ്ടാകണം. പണ്ട് വെള്ളിയാഴ്ച പള്ളിയിൽ ഉസ്താദ് പ്രസംഗിച്ചു, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോടൊരു മനുഷ്യൻ സഹായം ചോദിച്ചാൽ അള്ളാഹു സഹായിക്കും. ഏത് തലപോകുന്ന കാര്യമാകട്ടെ, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് ഒരാൾ സഹായം ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കും. ആ പ്രസംഗം കേട്ട ഒരാള് അന്ന് രാത്രി മോട്ടിക്കാൻ പോയി, മോഷണം നടത്തി. അങ്ങനെ ഒരു വീട്ടിൽ കയറി മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരുണർന്നു, നിലവിളിച്ചു. നാട്ടുകാർ മൊത്തം ഉറക്കത്തിൽ തുണന്നു. കള്ളൻ ഇറങ്ങി ഒറ്റ ഓട്ടം. നാട്ടുകാർ വിടുന്നില്ല, പുറകെ ഓടി. കള്ളൻ ജീവനും കൊണ്ടോടുകയാ. നാട്ടുകാർ കള്ളനെ പിടിക്കാൻ പുറകിലോടുക. അങ്ങനെ ഓടി കള്ളൻ ചെന്ന് നോക്കുമ്പോ ഒരു പുഴയുടെ ചാരത്ത് ചെന്നു. മുമ്പിലാണെങ്കിൽ നല്ല ആഴമുള്ള ഒഴുക്കുള്ള ഒരു പുഴ, നാട്ടുകാരാണെങ്കിൽ പുറകെ തല്ലാൻ വരുന്നു. എന്തായാലും തീർന്നു. കള്ളൻ അപ്പോഴാണ് ഓർത്തത് ഉസ്താദ് പറഞ്ഞ ചരിത്രം. അന്ന് ജുമഅയ്ക്ക് ഉസ്താദ് പറഞ്ഞ ചരിത്രം ഓർത്തു. ഏത് പ്രതിസന്ധിയിലും അള്ളാഹിനോട് ചോദിച്ചാൽ പടച്ചവൻ സഹായിക്കുമെന്നുള്ള ആ ഒരു പ്രസംഗം ഓർമ്മ വന്നു. കള്ളൻ ആ പുഴയുടെ ചാരത്ത് നിന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാ, ഇത്രയും കാലം ചെയ്തത് മുഴുവനും തെറ്റാണ് പടച്ചവനെ, ഞാൻ നന്നാവുകയാ, എന്നെ നീ രക്ഷപ്പെടുത്തണം, ഇനി ഞാൻ ഒരിക്കലും മോട്ടിക്കൂല. അള്ളാഹിനോട് പറഞ്ഞ് എന്നെ കൈവിടരുത്, ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാ, പടച്ചവനെ ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യൂല. ആ പറഞ്ഞ ഒറ്റ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാ, എന്നെ സഹായിക്കണേ അല്ലാ. വെള്ളത്തിലേക്ക് കാലുവെച്ചു. റോഡിൽ കൂടെ നടന്നു പോണ പോലെ ഈ ചങ്ങാതി പുഴയുടെ മുകളിൽ കൂടെ നടന്ന് അക്കരെ എത്തി രക്ഷപ്പെട്ടു. ഈ കള്ളനായ മനുഷ്യൻ നേരെ പള്ളിയിലെ ഇമാമിന്റെ അടുക്കൽ ചെന്നു. ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് സത്യമാ. ഞാൻ ഇന്നലെ ഒരു മോഷണം നടന്നു. എന്നെ പിടിക്കാൻ ആൾക്കാരൊക്കെ ഓടിച്ചുകൊണ്ട് വന്നപ്പോ പുഴയുടെ മുമ്പിൽ ചെന്നപ്പോ എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ പറയേണ്ടതുപോലെ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോ വെള്ളത്തിന്റെ മുകളിലൂടെ ഞാൻ നടന്നുപോയി ഉസ്താദെ. ഉസ്താദിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എടാ, ഒരു കള്ളനായ മനുഷ്യൻ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുമെങ്കിൽ ആലിമായ ഞാൻ ആരായിരിക്കും? ഉസ്താദ് ഉറക്കം വരാതെ നേരെ പുഴയുടെ ചാരത്ത് ചെന്നു. അള്ളാഹുവേ, പടച്ചവനെ, ഞാനും ഇറങ്ങുക അല്ലാ, ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കള്ളന്റെ ഇഖ്ലാസ് പോലും ദുആ ചെയ്യണം. നമ്മളെ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. അങ്ങനെ ആകരുത്. എടാ, 1 മണിക്കൂർ നീണ്ടു നിന്ന് പൊട്ടി വിളിച്ചു കൂവി ദുആ ഒന്നും ചെയ്യണ്ട. നബിതങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒരാളിങ്ങനെ ശബ്ദമുയർത്തി ദുആ ചെയ്യുന്നത് കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു അത്രേ, അള്ളാഹിക്ക് ചെവി കേൾക്കുമെന്നൊന്ന് പറഞ്ഞേക്കാൻ. അള്ളാഹുവിന് കേൾവിയുള്ള ആളാ, അള്ളാഹ് കേൾക്കുന്ന ആളാ. ഇങ്ങനൊന്നും ചെയ്യണ്ടെന്ന്. സഹോദര, ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും പൊറുക്കാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മനസ്സറിഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ അസ്തഗ്ഫിറുല്ലാഹ് ആകരുത്. ഇങ്ങനെ നടിക്കണം. ആ അസ്തഗ്ഫിറുല്ലാഹ് അല്ല, അതിനിടയിൽ 150 പാവവും ചെയ്യും. അസ്തഗ്ഫിറുല്ലാഹ് സുഖമാണോ, അവനെ കണ്ടോ, അങ്ങനെ ഇങ്ങനെ, അതല്ല. പറയേണ്ടതുപോലെ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ. എങ്ങനെ തൗബ ചെയ്യണമെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഒരിക്കൽ സഅലബ ഇങ്ങനെ നടന്നു പോകാ, വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ പരിസരത്തു കൂടി ഇങ്ങനെ നടന്നുപോയി. ഒരു വീടിന്റെ പരിസരത്തു കൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് നിന്ന് കുളിച്ചോണ്ടിരിക്കുക.
ഒരു പെണ്ണിങ്ങനെ ചെറുപ്പക്കാരിയായ പെണ്ണ് നിന്ന് കുളിക്കുന്നുണ്ട്. സഅലബ ഇങ്ങനെ കണ്ടടോ, ആ നോട്ടം വല്ലാതെ അങ്ങ് നീണ്ടുപോയി. ചെറുപ്പക്കാരനാ, ഒരു സുന്ദരിയായ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോ സഅലബ നിന്നങ്ങ് നോക്കിക്കൊണ്ട് നിന്നു. സാധാരണ നോട്ടമല്ല, ആ നോട്ടം വല്ലാതെ അങ്ങ് നീണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോഴാണ് സഅലബ ചിന്തിക്കുന്നത്, പടച്ചോനെ എന്താ അല്ലാ ഞാൻ ഈ ചെയ്യണേ, എന്താ പടച്ചോനെ ഞാൻ ചെയ്യണത്, ഇത് വ്യഭിചാരമാണല്ലോ അല്ലാ, ഇത് വ്യഭിചാരമാണല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ അല്ലാ, ഇനി ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെ മുത്തുനബിയുടെ മുമ്പിൽ പോകും? ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ട ഞാൻ, ഈ വ്യഭിചരിച്ച ഞാൻ, ഇനി എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു പോകുന്നത്? സഅലബയ്ക്ക് വല്ലാത്ത സങ്കടമായി. സഅലബ പടച്ചവനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. മരുഭൂമിയിലേക്ക് ചെന്നിട്ട് പഴുത്ത് കിടക്കുന്ന മണ്ണുവാരി ശരീരത്തിലിടുകയാ. സഅലബ നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. പടച്ചവരെ, സഅലബ കരഞ്ഞുകൊണ്ട് നടക്കുകയാ. പിന്നെ ഒരാളും സഅലബയെ കണ്ടിട്ടില്ല. ആഴ്ചകൾ കഴിഞ്ഞു. 40 ദിവസം സഅലബ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവസാനം 40 ദിവസമായപ്പോ അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞു മലഞ്ചരിവിലൂടെ നടക്കുന്ന സഅലബയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു നബിയേ, അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു നബിയേ. 7 ആകാശം കടന്ന് ജിബ്രീൽ വന്നിരിക്കുകയാണ്. അല്ലാഹു ഇടപെടുകയാണ്. സഅലബയുടെ പാപം അല്ലാഹു പുറത്തെന്ന് ജിബ്രീൽ വന്ന് പറയുകയാണ്. അത്രത്തോളം സഅലബ കരഞ്ഞടോ, അത്രത്തോളം തൗബ ചെയ്തടോ. അല്ലാഹുവിന്റെ റസൂൽ സുബഹി നമസ്കാരം കഴിഞ്ഞു. സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സഅലബയെ വിട്, സഅലബയെ വിട്. യാ റസൂലല്ലാഹ്, ആഴ്ചകളായിട്ട് കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്, അതാ സൽമാനുൽ ഫാരിസി തങ്ങള്, രണ്ടുപേരോടും പറഞ്ഞു എവിടെയുണ്ടെങ്കിലും എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തിരഞ്ഞുകൊണ്ടിറങ്ങുകയാണ്. നാട് മുഴുവനും തിരഞ്ഞു നോക്കി, സഅലബയെ കാണുന്നില്ല, സഅലബാനെ കാണുന്നില്ല. മരുഭൂമിയുടെ സൈഡിലൂടെ തെരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ, സുബഹി കഴിഞ്ഞു തുടങ്ങിയ നോട്ടമാട്. ഉച്ചസമയമായി സഅലബയെ കാണുന്നില്ല. അപ്പോഴാണ് മരുഭൂമിയുടെ ഭാഗത്തുകൂടെ ഒരാട്ടിടയനായ മനുഷ്യൻ നടന്നു വരികയാണ്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, മനുഷ്യ, ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്ന സഅലബയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, ഇന്ന ഭാഗത്ത് ഞാൻ ആടുകൾക്ക് വെള്ളമെടുക്കാൻ പോകുമ്പോ അതാ ഒരു മുടിയൊക്കെ ജടപിടിച്ച് കീറിപ്പറിഞ്ഞ് എല്ലും തോലുമായ ഒരു ചെറുപ്പക്കാരൻ അതാ മണ്ണിനകത്ത് കിടന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യൻ അവനാകാ. അങ്ങനെ ആട്ടിടയം പറഞ്ഞു കൊടുത്ത് അടയാളം വെച്ചുകൊണ്ട് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ചെല്ലുകയാണ്. അല്ലാഹുവേ, മലയുടെ മുകളിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാ. മുടിയൊക്കെ ജടപിടിച്ച് കീറിപ്പറിഞ്ഞ വസ്ത്രവും എല്ലും തോലുമായി സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നിട്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്ന് പ്രാന്തനെ പോലെ ഉരുളുകയാണ്. മണ്ണുവാരി തന്റെ ശരീരത്തിലിടുകയാണ്. അല്ലാഹുവേ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ അല്ലാ, മരിച്ചാ മതിയായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്ന് പിടയുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, സഅലബാ. സഅലബ പറയുന്നു, ഞാൻ വരൂല, മുത്തുനബിയുടെ മുമ്പിൽ ഞാൻ വരൂല. ഞാൻ ചെയ്ത പാപം എന്താണെന്നറിയില്ല ഉമറേ, ഞാൻ ചെയ്ത പാപം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ വരൂല. ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ മുത്തുനബി വിളിക്കുന്നു, കൊണ്ടുപോകാൻ വന്നതാണ്. സഅലബ പറയുന്നു, എന്റെ കാലിന് ചങ്ങല ഇട്ടിട്ട് വേണമെങ്കിൽ വലിച്ചെടുത്ത് കൊണ്ടുപോക്കോ, ഞാൻ ഒരിക്കലും വരൂല. അവസാനം ഉമർ തങ്ങളുടെ സ്വഭാവം സഅലബയ്ക്കറിയാം. അവസാനം സഅലബ വരാൻ സമ്മതിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, നിസ്കരിക്കുന്ന സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ, നമസ്കാരത്തിന്റെ സമയത്ത് വേണം എന്നെ മസ്ജിദ് നബവിയിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ സമ്മതിച്ചടോ. അങ്ങനെ പടച്ചവനെ, നമസ്കാരത്തിന്റെ സമയത്താണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത്. എല്ലാവരും ഒതുപെടുത്ത് നിസ്കരിക്കാൻ കയറി. സഅലബയും ഒതുപെടുത്തുകൊണ്ട് നിസ്കരിക്കാൻ കയറുകയാണ്. നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുകയാണ്. അപ്പോഴാണ് നബി തങ്ങൾ ഓതുന്നത്, അൽഹാകുമുത്തകാസുർ ഹത്താ സുറുത്തുമുൽ മഖാബിർ കല്ലാ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് ഓതുന്നത് കേട്ടപ്പോ, കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് കേൾക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു വീഴുകയാ. റബ്ബേ, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സഅലബയുടെ ചാരത്ത് വന്നു. സഅലബയോട് പറഞ്ഞു, സഅലബ, എന്തൊരു കോലമാ, നീ എവിടെയായിരുന്നു സഅലബ? നിന്റെ കുടുംബം വല്ലാത്ത സങ്കടത്തിലാണ് സഅലബ. അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു സഅലബ. ഒന്ന് വീട്ടിലേക്ക് പോ സഅലബ. സൽമാൻ തങ്ങളോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി വിടാൻ. അങ്ങനെ മുത്തുനബി പറഞ്ഞു വിടുകയാണ്. 8 ദിവസം കഴിഞ്ഞു, 7 ദിവസം കഴിഞ്ഞു. 8ാമത്തെ ദിവസം എത്തിയപ്പോ സൽമാൻ തങ്ങൾ ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉറക്കമില്ല നബിയേ. അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിക്കാറില്ല, രാവും പകലും നിലവിളിയാ നബിയേ, നരകത്തിലാണെന്ന് പറഞ്ഞ് കരയുകയാണ് നബിയേ. അങ്ങനെ അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. നബി തങ്ങളോട് പറഞ്ഞു, ഒന്ന് വാ നബിയേ, സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സഅലബയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സഅലബയുടെ ചാരത്തേക്ക് മുത്തുനബി കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി മരണമെടുത്തെന്ന്. നബി തങ്ങളുടെ ചാരത്തു ചെന്നിരിക്കുകയാ. സഅലബയുടെ ചാരത്തിരിക്കുകയാ. തലയെടുത്തു മടിയിലേക്ക് വെച്ചടോ. അല്ലാഹുവിന്റെ റസൂൽ തലയെടുത്തു മടിയിലേക്ക് വെച്ചടോ. സുബ്ഹാനല്ലാഹ്. സഅലബ തലവലിച്ച് താഴെയിടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സറഫാക്കപ്പെട്ട മടിയിൽ നിന്ന് തലയങ്ങ് താഴേക്ക് വലിച്ചിടുന്നത് കണ്ടപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സഅലബ, ഇഷ്ടമായില്ലേ സഅലബ? എന്റെ മടിയിൽ തല വെച്ചത് നിനക്ക് ഇഷ്ടമായില്ലേ സഅലബ? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ. നിനക്ക് അല്ലാഹു ഇത്രയും വലിയ ഒരു ഭാഗ്യം തന്നിട്ട് എന്തേ സഅലബ നീ തല വലിച്ച് താഴെയിടുന്നത്? യാ റസൂലല്ലാഹ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാതിട്ടല്ല നബിയേ, അതൊക്കെ വല്ലാത്ത ഒരു ഭാഗ്യമാ നബിയേ. അങ്ങയുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കണമെങ്കിൽ അതിനൊക്കെ ഒരു ഭാഗ്യം വേണം നബിയേ, അതിനൊക്കെ ഒരു അർഹത വേണം നബിയേ. എനിക്കതിനുള്ള അർഹതയില്ല യാ റസൂലല്ലാഹ്. അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല നബിയേ. കാരണം ഞാൻ വ്യഭിചരിച്ചവനാണ് നബിയേ, പാപം ചെയ്തവനാണ് നബിയേ. മണ്ണിൽ കിടന്നു പിടയുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ, അല്ലാഹു എനിക്ക് എന്നോട് കരുണ കാണിച്ചാലോ. നബി തങ്ങൾ പറഞ്ഞു, സഅലബ, നിന്റെ
നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു സഅലബാ. മുത്തുനബി എവിടെന്ന് സമാധാനിപ്പിക്കുമ്പോ വഅദ കേൾക്കാമെന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ, വാപ്പാ പ്രായമായില്ലേ, മുടി നരച്ചില്ലേ, കൂടപ്പറപ്പിന്റെ ജനാസ കണ്ടില്ലേ, എന്തേ വാപ്പാ നന്നാകാത്തത്? പ്രായമായില്ലേ ഉപ്പമാരെ, ഒരു പേടിയില്ലേ ഉപ്പാ, മരിക്കണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ ഉപ്പാ? എന്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, എത്ര പേരുടെ ജനാസ കണ്ടവളാ? കൂടെ പഠിച്ചവരൊക്കെ കബറിൽ പോയില്ലേ, എന്തേ ഉമ്മ നിനക്ക് നന്നാകാൻ പറ്റാത്തത്? ആസ്വദിച്ചില്ലേ? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേ ഉമ്മ? 40 50 വയസ്സായിട്ട് പോലും നിനക്ക് നന്നാകാ തോന്നുന്നില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, വല്ലാത്ത ധൈര്യമാടാ മോരെ. കള്ളും കഞ്ചാവും മയക്കുമരുന്നും MDMയുമായി കഴിയുന്ന ചെറുപ്പക്കാരാ, 55 60 വയസ്സുള്ള ഒരു വാപ്പ നിന്റെ വീട്ടിലുണ്ടല്ലോ. വാപ്പാനെ ഒന്ന് നോക്കടാ. വാപ്പ ഒരു വീടി പോലും വലിക്കാറില്ല, ഒന്ന് മുറുക്കുക പോലുമില്ല. വാപ്പ ഒന്ന് മുറുക്കത്ത പോലുമില്ല. കാരണം പടച്ചവരെ, ഉപ്പാര് പേടിയാ, ലഹരിയാണല്ലോ. അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് മുറുക്കാൻ പോലും പേടിച്ച ബാപ്പയുടെ മകനായ നീ കഞ്ചാവ് വലിക്കുന്നില്ലേ? മഴതാ പടച്ചവനെ, കള്ള് കുടിക്കുന്നില്ലേ? 65 വയസ്സുള്ള നിന്റെ വാപ്പ ചെയ്യാത്ത പാപം 25 കൊല്ലമായപ്പോഴേ ചെയ്തില്ലേ ചെറുപ്പക്കാരാ? സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന പെൺമക്കള്, 50 വയസ്സുള്ള ഉമ്മാടെ ശരീരത്ത് വാപ്പയല്ലാതെ വേറെ ഒരാളും ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് തൊട്ടിട്ടില്ല. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഉമ്മയുടെ മകളായ നീ കാമുകന്റെ കൂടെ പഠിക്കാൻ പോകുന്ന പേര് പറഞ്ഞു പോയിട്ട് കാമുകന്റെ കൂടെ ചെന്ന് റൂം എടുത്തിട്ട് വ്യഭിചരിച്ചിട്ട് അവസാനം വൈകുന്നേരം ഫർദയും ഇട്ടുകൊണ്ട് ഓടി വന്നിട്ട് ഉമ്മ സലാം പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പറ്റിച്ചിട്ട് റൂമിന്റെ അകത്ത് കയറി വാതിലടച്ചിട്ട് വാട്സപ്പിലൂടെ ഇന്നത്തതൊക്കെ അടിപൊളിയായിരുന്നടാ എന്ന് മെസ്സേജ് എഴുതി ആസ്വദിക്കുന്ന മുസ്ലിം പെണ്ണ്. എന്തൊരു ജീവിതമാ, എന്തൊരു ജീവിതമാ! കുറ്റബോധമില്ലടോ, മനസാക്ഷിയില്ലടോ, മനുഷ്യത്വമില്ലടോ. ഏതൊരു മനുഷ്യനും തെറ്റു ചെയ്യുമടോ, ചെയ്യാത്ത ആരുമില്ല. പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ ഒരു പേടിയുണ്ടല്ലോ, ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു വല്ലാത്ത സങ്കടമുണ്ടല്ലോ. ഇന്നാർക്കും അതില്ലടോ, ഇന്നാർക്കും അതില്ലടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ കളിയും തമാശയും ആഘോഷവും എല്ലാം തീരുമടോ. എല്ലാം തീരുന്ന ഒരു സമയമുണ്ട്. എല്ലാവരും ഇലക്ഷന്റെ ചൂടിലാണ്, വല്ലാത്ത തിരക്കാണ്. എല്ലാവരും അവരവരിഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പരക്കം പായുമ്പോ നീ പരാജയപ്പെട്ടു പോകരുത്. ഒന്നുകിൽ സ്ഥാനാർത്ഥി ജയിക്കും, അല്ലെങ്കിൽ തോറ്റുപോകും. പക്ഷേ നീ തോറ്റുപോകല്ല സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നീ തോറ്റുപോകരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടത് പറയാനൊരവസരം തരികയാ. പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തെള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പറയേണ്ടതുപോലെ പറഞ്ഞോ, പറയേണ്ടതുപോലെ പറഞ്ഞോ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. 100 പേരെ
കൊന്നവന് പുറത്തു കൊടുത്തവനാ അല്ലാ. മരിച്ചുപോയ പെണ്ണിന്റെ മയ്യത്തിനെ ഖബറിനകത്തിട്ട് വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ അല്ലാ. പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ അല്ലാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൈനീട്ടാ, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയാ. പെങ്ങളെ, ഇതുപോലൊരു അവസരമില്ല. ചെറുപ്പക്കാരാ, ഉപ്പമാരെ, സ്വന്തം നഫ്സിനോട് ഞാൻ പറയുകയാണ്, ഇതുപോലെ ഒരു അവസരം ഇനി ഉണ്ടാകില്ല. അല്ലാഹുവേ, ഈ മജ്ലിസിലെ ദുആഇക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹു നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ ആമീൻ നീ കേൾക്കണേ അല്ലാ.